CPM നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനത്തിൽ ഇ.പി. ജയരാജനും പി ദിവ്യയ്ക്കും വിമർശനം. ADM നവീൻ ബാബുവിനെതിരായ പരാമർശം പാർട്ടിക്കും സർക്കാരിനും ദോഷമായെന്ന വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ഇടത് താവളങ്ങളിൽ വളരെ മുൻപ് തന്നെ ഇ.പി. ജയരാജനെതിരെ ഒരു കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഒപ്പം പി ദിവ്യയോട് കാണിക്കുന്ന ഒരു മനോഭാവം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് നയിച്ചിട്ട് പോലും പി ദിവ്യയെ എന്തുകൊണ്ട് ഇപ്പോഴും സർക്കാർ അല്ലെങ്കിൽ ഇടത് പാർട്ടി പി ദിവ്യ ഇപ്പോഴും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വളരെ മുൻപ് തന്നെ ഉയർന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനത്തിൽ. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. പി ദിവ്യയ്ക്കും അതുപോലെ തന്നെ എതിരായുള്ളൊരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതായത് ഇരുവരുടെയും പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിട്ടിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായി. സമാനമായ രീതിയിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിൽ ആത്മഹത്യാ വിവാദം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള സമീപനം ഇ.പി. ജയരാജന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പി ദിവ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ADM നവീൻ ബാബുവിന്റെ വിഷയത്തിൽ അത്തരത്തിലൊരു പരാമർശം ഉണ്ടാക്കുകയും ആ പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും അതുപോലെ തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം പാർട്ടിയെ നാണം കെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലും സർക്കാരിനെ മാനം കെടുത്തുന്ന രീതിയിലെല്ലാം ഉണ്ടാകുകയും നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഈ ഒരു വിഷയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇരുവർക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായ രീതിയിൽ പ്രതിനിധികൾ വിമർശിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇതിൽ എങ്ങനെയാണ് മറ്റ് ആരൊക്കെയാണ് വിമർശിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി കിട്ടിയൊരു വിവരമാണ് ഇത്തരത്തിൽ ഏരിയ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായതെന്ന്. ശരി, ദേവിക.